ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4ാമത്തെ ജില്ലയിലെ, അതായത് ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 5 നിയോജക മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോളുകൾ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്, ഇടുക്കി ജില്ലയിലെ 1ാമത്തെ നിയോജക മണ്ഡലമായ ദേവികുളം നിയോജക മണ്ഡലം. ദേവികുളം നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് A. രാജയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് F. രാജയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് S. രാജേന്ദ്രനുമാണ്. രാജകളുടെ മത്സരം നടക്കുന്ന ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഏത് രാജ നിയമസഭയിലേക്ക് എത്തും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ ഏകദേശം 5000 to 7000 വോട്ടിൻ്റെ ലീഡോടുകൂടി A. രാജ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത്, ഇടുക്കി ജില്ലയിലെ 2ാമത്തെ നിയോജക മണ്ഡലമായ നമ്മുടെ MM മണിയുടെ സ്വന്തം നിയോജക മണ്ഡലമായ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം MM മണി മത്സരിക്കുന്നില്ല. അതിൻ്റെ പകരം KK ജയചന്ദ്രനാണ് മത്സരിക്കുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. സേനാപതി വേണുവാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സംഗീത വിശ്വനാഥനാണ്. അവിടെ ഏകദേശം 4000 to 6000 വോട്ടിൻ്റെ ലീഡോടുകൂടി LDFിൻ്റെ സ്ഥാനാർത്ഥിയായ KK ജയചന്ദ്രൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത്, ഇടുക്കി ജില്ലയിലെ 3ാമത്തെ നിയോജക മണ്ഡലമായ കേരള കോൺഗ്രസിൻ്റെ സ്വന്തം തൊടുപുഴ നിയോജക മണ്ഡലം. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിറിയക് ചായിക്കാടനും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പു ജോൺ ജോസഫും റോയിയെ പരിക്കാട് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നത് അപ്പു ജോൺ ജോസഫാണ്. ഏകദേശം 1500 to 20,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അപ്പു ജോൺ ജോസഫ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത്, ഇടുക്കി ജില്ലയിലെ 4ാമത്തെ നിയോജക മണ്ഡലമായ ഇടുക്കി നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ റോഷി അഗസ്റ്റിനാണ് മത്സരിക്കുന്നത്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് റോയി K. പൗലോസാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രതീഷ് പ്രഭ. അവിടെ വിജയിക്കാൻ പോകുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥി, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ റോഷി അഗസ്തിയെ അട്ടിമറിച്ചുകൊണ്ട് ഏകദേശം 1000 to 3000 വോട്ടിൻ്റെ ലീഡോടുകൂടി 1000-നും 3000-നും ഇടയിൽ വോട്ടിൻ്റെ ലീഡോടുകൂടി റോയി K. പൗലോസ് വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത്, ഇടുക്കി ജില്ലയിലെ പീരുമേട് നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. പീരുമേട് നിയോജക മണ്ഡലത്തിൽ K. സലിം കുമാറാണ് മത്സരിക്കുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത് സിറിയക് തോമസ് ആണ്. V. രതീഷാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ഇപ്രാവശ്യം പീരുമേടിൽ വിജയിക്കാൻ പോകുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ സിറിയക് തോമസ് ആണ്. സിറിയക് തോമസ് ഏകദേശം 2000 to 4000 വോട്ടിൻ്റെ ലീഡോടുകൂടി UDFിൻ്റെ സ്ഥാനാർത്ഥി ഇടുക്കി ജില്ലയിലെ
പീരുമേട് നിയോജക മണ്ഡലത്തിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ ഇവിടെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ 3 നിയോജക മണ്ഡലങ്ങൾ UDFും 2 നിയോജക മണ്ഡലങ്ങളിൽ മാത്രം LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ നിയോജക മണ്ഡലങ്ങൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മൊത്തം 13 നിയോജക മണ്ഡലങ്ങൾ ഉള്ളത്. 10 നിയോജക മണ്ഡലങ്ങളിൽ LDFും 3 നിയോജക മണ്ഡലങ്ങളിൽ UDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളിൽ UDF 11 നിയോജക മണ്ഡലങ്ങളിലും LDF 3 നിയോജക മണ്ഡലങ്ങളിലും BJP 0 നിയോജക മണ്ഡലങ്ങളിലുമാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. അടുത്ത പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 3 നിയോജക മണ്ഡലങ്ങളിൽ UDFും 9 നിയോജക മണ്ഡലങ്ങളിൽ LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറഞ്ഞത്, നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ 5 നിയോജക മണ്ഡലങ്ങളുള്ള ഇടുക്കി നിയോജക മണ്ഡലത്തിൽ 3 നിയോജക മണ്ഡലങ്ങളിൽ UDFും 2 നിയോജക മണ്ഡലങ്ങളിൽ LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കിയ 44 നിയോജക മണ്ഡലങ്ങളിൽ 20 നിയോജക മണ്ഡലങ്ങളിൽ UDFും 24 നിയോജക മണ്ഡലങ്ങളിൽ LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറഞ്ഞത്. BJP 0 നിയോജക മണ്ഡലങ്ങളിൽ തന്നെ. BJP ഇതുവരെയുള്ള മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. അപ്പോൾ ഏകദേശം 4 സീറ്റിൻ്റെ ലീഡോടുകൂടി LDF മുന്നിൽ നിൽക്കുന്നു എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത്. അടുത്തത് നമുക്ക് നോക്കാനുള്ള നിയോജക മണ്ഡലം മലപ്പുറം നിയോജക മണ്ഡലമാണ്. മലപ്പുറം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.